2025 January 22 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്ക് നോക്കാം. തെർമോഡൈനാമിക്സിലെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. കുറേ പാർഷ്യൽ ഡിഫറൻസിയേഷൻസ് തന്നിട്ടുണ്ട് ആൻഡ് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഡോ ജി ബൈ ഡോ ടി ആണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഉണ്ട്. എവ്രി വൺ നോസ് ദിസ്. ഇത് അറിയാത്തവർ അറിഞ്ഞിരിക്കണം. ഡി ജി ഈസ് ഈക്വൽ ടു നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നതാ വി ഡി പി മൈനസ് എസ് ഡി ടി. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കാൻ മക്കളെ, വാട്ട് ഈസ് ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ എന്ത് പറ്റും? കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ ഇതെന്തായാലും 0 ആണ്. കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ ഇതെന്തായാലും 0 ആണ്. എന്നിട്ട് ഡോ ജി ബൈ ഡോ ടി എടുക്കുമ്പോൾ എന്ത് പറ്റും? യു വിൽ ഗെറ്റ് മൈനസ് എസ് അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇതെന്തായാലും 0 വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി അല്ല, ഡി ടിനെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. സോ ഡി ജി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതാണ് ബേസിക്കലി ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു മൈനസ് എസ് അല്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റേത് എടുക്കാം. ഏത്? അപ്പോൾ ഓപ്ഷൻ എയുടെ ഓപ്ഷൻ വരാൻ പോകുന്നത് 2 ആണ്. എയുടെ ഓപ്ഷൻ വരാൻ പോകുന്നത് 2 ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്ക്. ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇത് 0, ഡി ടി 0. ഡോ ജി ബൈ ഡോ ടി ഡോ ജി ബൈ ഡോ പി എന്തായിരിക്കും? വി ആയിരിക്കും. വി വിൽ ബി ദി ആൻസർ. സോ ബേസിക്കലി സി വരാൻ പോകുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. പിന്നെ നിങ്ങൾക്കറിയാം എന്ത്? ഡോ എച്ച് ബൈ ഡോ ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, ഡി ടി അല്ല, ഡി എച്ച് ഇസ് നത്തിങ് ബട്ട് ഡി ക്യൂ അല്ലെങ്കിൽ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത് എല്ലാവർക്കും അറിയാം മക്കളെ. ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ heat involved is nothing but the enthalpy change, and that is nothing but NCPDT ആണത്. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം നിങ്ങൾ നോക്കിക്കേ മക്കളെ. സോ വാട്ട് ഈസ്, ഇപ്പം നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ CPDT എന്നിടാം. സോ വാട്ട് ഈസ് DH by DT അല്ലെങ്കിൽ ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് വാട്ട് ഈസ് ഡോ എച്ച് by dou T at constant pressure? That is nothing but CP. അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം du is equal to dq at constant volume, which is nothing but NCVDT. So what is dou u by dou T at constant volume? At constant volume it becomes CV. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ ടി is CP. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്പർ 1 ആണ് വരിക. അതേപോലെ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ഇസ് CV. ഇവിടെ 3 ആണ് വരിക. സോ 2143 ഓപ്ഷൻ 2 ആണ് കേട്ടോ വരിക. ഓപ്ഷൻ 2 വിൽ ബി ദി ആൻസർ. റെഡിയാണോ മക്കളെ? ഫൈൻ, നൈസ് ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് റിലേഷൻസിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈസ് ക്വസ്റ്റ്യൻ ആണ്. ഈ വി ഡി പി മൈനസ് എസ് ഡി ടി മാത്രമേ സ്റ്റുഡൻസിന് അധികം കണ്ടുപരിചയമില്ലാത്തത്. നമ്മൾ അഡ്വാൻസിനൊക്കെ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ മെയിൻസിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് തരാറുണ്ട്. യൂസേഴ്സ് അധികം അഡ്വാൻസിലാണ് വന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്താൽ ഇതുണ്ടാവും. വി ഡി പി മൈനസ് എസ് ഡി ടിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഡിറൈവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ലൊരു ക്വസ്റ്റ്യൻ.